ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നമ്മളിപ്പോൾ ശ്രീ മഹാഭാഗവത പുരാണത്തിലെ 12-ാമത്തെ സ്കന്ധം മുതൽക്കുള്ള വിഷയങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. 12-ാമത്തെ സ്കന്ധത്തിൽ 13 അധ്യായങ്ങളാണ് വരുന്നത്. ഈ 13 അധ്യായങ്ങൾ അവസാനിക്കുന്നതോടുകൂടി ശ്രീമദ് ഭാഗവത മഹാപുരാണമാകുന്ന സദ്ഗ്രന്ഥത്തിലൂടെ ശ്രീ വേദവ്യാസ മഹർഷി ഭാഗവത മഹിമയുടെ, ഈശ്വര മഹിമയുടെ പരമാർത്ഥം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആയതിനെ വേണ്ടതുപോലെ വിചാരം ചെയ്ത് ജീവിതധർമ്മം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും ഇഹപരലോക ജീവിതത്തിലെ സൗഖ്യത്തിനോടൊപ്പം മുക്തിയും സാധ്യമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. 12-ാമത്തെ സ്കന്ധത്തിലെ ആശയത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ ആരംഭിക്കാം. ദ്വാദശ സ്കന്ധത്തിലെ പ്രതിപാദന വിഷയമായിട്ടിരിക്കുന്നത് ആശ്രയമാണ്. ആശ്രയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള തൻ്റെ ബ്രഹ്മസത്യമായ നിജബോധം തന്നെയാണ്, ആത്മരൂപം തന്നെയാണ്, പരമാത്മ ചൈതന്യം തന്നെയാണ്. പരമാത്മ ചൈതന്യം ഭാഗവതത്തിൽ പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ രൂപത്തിൽ പ്രകടമാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളാണ് സുധാമഗമനം എന്ന തത്വവിശകലനത്തിലൂടെ നമുക്ക് ബോധിക്കുവാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ ആശ്രയം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മുടെ അഗ്നിയോട് ചേരുന്നത് പോലെ, അതുപോലെ ജലത്തിനോട് ചേരുന്നത് പോലെ നമ്മുടെ ദ്വിത്വമാകുന്ന ഞാനും ശരീരവും പ്രപഞ്ചവും വേറെ വേറെയാണ് എന്നുള്ള ദ്വൈതബോധം അത് അകന്ന് ജീവൻ ബ്രഹ്മത്തിൽ തന്നെ അഭേദമായി തീർന്ന് നിജബോധമായി സ്വരൂപം ബോധിക്കുന്നതാണ് ആശ്രയം. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ നമ്മിൽ അഭിമാനിച്ച് അഹങ്കരിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മെ. യഥാർത്ഥത്തിലുള്ള നമ്മുടെ അന്തരാത്മ ചൈതന്യം എന്ന് പറയുന്നത് പരമാത്മ തന്നെയാണ് എന്നുള്ള അവബോധത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആശ്രയം എന്ന് പറയുന്ന വിഷയം പരിപൂർണമാകുന്നത്. അപ്പൊ ജീവനെ ബ്രഹ്മത്തിൽ നിന്നും വേറെയാക്കി അകറ്റി നിർത്തുന്നതും അതുപോലെ ഇതുവരെയും നിലനിർത്തിയതുമായ പ്രപഞ്ച പ്രതീതി അല്പമെങ്കിലും ഉള്ളിടത്തോളം കാലം ഒരു ജീവനെ ഈ പറയുന്ന ആശ്രയമാകുന്ന അനുഭൂതിയെ ബോധിക്കുവാൻ സാധ്യമല്ല. നമുക്ക് ഈ പ്രപഞ്ചഭാവം, ഈ ദ്വൈതഭാവം, ഈ സംസാരത്തിൻ്റെതായിരിക്കുന്ന പ്രതീതി അല്പമാത്രത്തെങ്കിലും ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ആശ്രയം എന്ന ലക്ഷണത്തിലേക്ക് ചിത്തത്തെ ഉയർത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രപഞ്ചഭാവം മുഴുവൻ ലയിക്കുക തന്നെ വേണം. പ്രപഞ്ചഭാവം ഇല്ലാതെയാകണമെങ്കിൽ, നശിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ളതിനെ ബോധിക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഉള്ളതായിരിക്കുന്ന ആ നിജബോധത്തിലൊരു പരിശുദ്ധി ഉണ്ടാകും. ഇപ്പോൾ സ്വന്തം ബോധത്തിൽ അത് കലർപ്പോടുകൂടിയാണ്, മാലിന്യത്തോടു കൂടിയാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ള കലർപ്പ്, ആ മാലിന്യം അവയൊക്കെ അകന്ന് നിശ്ചലമാകണം. അങ്ങനെ പാവനമായ ബ്രഹ്മസംസ്കാരം ഈ ചിത്തത്തില് കൈവരിക തന്നെ ചെയ്യണം. അപ്പോഴാണ് ഈ ആശ്രയം എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ജീവന്റെ ലക്ഷ്യം ആശ്രയമായിരുന്നിട്ടും അതിനെ കഴിഞ്ഞ 11 സ്കന്ധങ്ങളിലും പ്രതിപാദിക്കാതെ 12ാമത്തെ സ്കന്ധത്തിൽ പറയാൻ കാരണം. ജീവന പരമാശ്രയമായിട്ടിരിക്കുന്നത് പരമാത്മാവ്, ആത്മബോധം തന്നെയാണ്. എന്നാൽ അതിനെ നമ്മൾ തുടക്കം മുതൽ ഈ 11ാമത്തെ സ്കന്ധം വരെയും അതിനായിട്ട് നമ്മളൊരു സ്കന്ധത്തെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സ്കന്ധം അത് അവസാന സ്കന്ധമാണ്. ശ്രീമദ് ഭാഗവത പുരാണത്തെ സംബന്ധിച്ച് അവസാന സ്കന്ധമാണ്. ആ സ്കന്ധത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു താല്പര്യത്തെ ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്? കാരണം അതിൽ തന്നെ ലക്ഷണത്തിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രന്ഥകർത്താവായ ഭഗവാൻ ശ്രീ വേദവ്യാസ മഹർഷി എന്താ പറഞ്ഞിരിക്കുന്നത്? ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ കീർത്തനം എന്ന് പറഞ്ഞിട്ടാണ് ഈ തത്വത്തെ പ്രകടമാക്കിയിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ നിമിഷം വരെ, അല്ലെങ്കിൽ സപ്താഹയജ്ഞത്തിന്റെ 6ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങൾ വരെ, അല്ലെങ്കിൽ 11ാം സ്കന്ധത്തിലെ വേദാന്ത പ്രകരണം മുതലായ ആശയങ്ങൾ വരെ ബോധിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 10ാമത്തെ ലക്ഷണമായിരിക്കുന്ന ആശ്രയം, ആ ആശ്രയത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഈ പ്രപഞ്ച പ്രതീതി സത്യത്തില് തന്നിൽ നിന്നും പുറപ്പെട്ടതാണ് എന്ന് ആദ്യം അറിയാൻ കഴിയണം. അങ്ങനെ തന്നിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ ജഗത് പ്രതീതി അത് തന്നിൽ തന്നെ അടങ്ങേണ്ടതാണെന്നും ബോധ്യം വന്നാലാണ് ഈ പ്രപഞ്ച പ്രതീതിയെ തന്നിൽ തന്നെ ലയിപ്പിക്കുവാനുള്ള പ്രയത്നം ജിജ്ഞാസയുള്ള ഒരാൾ ആരംഭിക്കുകയുള്ളൂ. യഥാർത്ഥ സത്യം തന്റെ ബോധമാണ്. ബോധത്തിന്റെ വികല്പ ഭാവനകളാണ് ദ്വൈതമായിട്ട് താനിവിടെ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്നത് എന്ന അവബോധം വന്നാലല്ലേ ഈ ദ്വൈതബോധത്തിൽ നിന്നും മോചിക്കുവാനുള്ളൊരു പ്രയത്നത്തിന് തന്നെ തയ്യാറാവുകയുള്ളൂ. അതെ. അപ്പോ അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും കരുണാമയനായ ഭഗവാന്റെ അവതാരങ്ങളും അവതാരലീലകളും മന്വന്തരങ്ങളും എല്ലാം തന്നെ കീർത്തിക്കപ്പെട്ടു. ഇതിനു മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ച എല്ലാ സ്കന്ധലക്ഷണങ്ങളും വിഷയങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പരമാർത്ഥം ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകമായ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്നിരിക്കുമ്പോൾ ഈ നാനാത്വഭ്രമത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ജഗത്തപ്പ സത്യത്തിൽ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നത്? ഇവിടെ ഇങ്ങനെ ഒരു ദ്വൈതം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ലാത്തതായിരിക്കുന്ന ഈ ദ്വൈതഭാവന, ദ്വന്ദ്ഭാവന, രണ്ടെന്ന ബോധം എവിടെ നിന്നുണ്ടായി? ആദ്യം ഇത്തരത്തിലൊരു അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം തൻ്റെ അന്തരംഗത്തിലുണ്ടാകണം. തനിക്ക് സ്വയം ഉണ്ടാകും. അപ്പൊ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകുമ്പോഴല്ലേ ആ ചോദ്യത്തിന് സമാധാനം കണ്ടെത്തുവാനുള്ളൊരു പ്രയത്നം
ചോദ്യകർത്താവിൽ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനൊരു ചോദ്യം തന്നെ ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പ്രയത്നത്തിന്റെ ആവശ്യകത ഉണ്ടാവുമോ? അല്ലെങ്കിൽ വരുമോ? ചെയ്യുമോ? ഇല്ല. അപ്പൊ നിരുപാധികമായിട്ട് ആത്മസ്ഫുരണം അനുഭവപ്പെടുമ്പോഴാണ് സ്വപ്നദൃഷ്ട പദാർത്ഥങ്ങൾ എന്ന പോലെ മനസ്സിന്റെ ഭ്രാന്തി കൊണ്ടുണ്ടായിത്തീർന്ന പ്രതീതി മാത്രമാണ് ജഗത്തിന്റെ സത്ത എന്ന് ബോധ്യമാവും. അൺകണ്ടീഷണലായിട്ട് നിരുപാധികമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസത്തയുടെ പ്രതിസ്ഫുരണ മാത്രമാണ് ജഗതാകാരേണ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യമാണ്. കാരണം ഈ ജഗത്തിന്റെ നാനാത്വത്തിന് കാരണമായിരിക്കുന്ന ശക്തി വിശേഷത്തെയാണ് അജ്ഞാനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ അജ്ഞാനം എങ്ങനെയാണ് ഇല്ലാതെയാകുന്നത്? ജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം നശിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. നിത്യശുദ്ധ ബുദ്ധ മുക്ത നിജസ്വരൂപമായിട്ട് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവബോധം തന്നെയാണ് തന്റെ യഥാർത്ഥ ഭാവം എന്ന് സാക്ഷാത്കരിക്കാൻ കഴിയണം. അതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ആത്മാനുഭൂതിയാകുന്ന ജ്ഞാനം കൊണ്ടാണ് നാനാത്വ പ്രതീതി അവസാനിക്കുകയുള്ളൂ. ജ്ഞാനമാകുന്ന തത്വം കരതലാമലകം പോലെ വ്യക്തമായിട്ട് അറിയപ്പെടുമ്പോഴാണ് അതുവരെ ഇല്ലാത്ത യഥാർത്ഥ പ്രജ്ഞയിൽ തന്റെ മനസ്സ് അന്തർമുഖമാവുക. അതുവരെ ഇല്ലാതിരുന്നതും അതുപോലെ തന്നെ എന്തിനെയൊക്കെ ആശ്രയിച്ചിട്ടാണോ ഇതൊക്കെ ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ളതിനെ എല്ലാം വിട്ട് പ്രജ്ഞ സർവ ആശ്രയസ്ഥാനമായ ആത്മാവിൽ തന്നെ നിജബോധത്തിൽ തന്നെ സമ്പൂർണമായിട്ട് വിലയിരുത്തുക. അതെ, ആ അനുഭൂതിയാണ് ആശ്രയമെന്ന പേരിൽ ഈ ദ്വാദശ സ്കന്ധത്തിലൂടെ ഉപനിഷത്തിൽപ്പെട്ടിരിക്കുന്നത്. ആശ്രയം ഇരുമ്പും കാന്തവും അടുത്താൽ അവ ഒന്നിച്ച് കൂടിച്ചേരാൻ വല്ല പ്രയത്നവും ആവശ്യമുണ്ടോ? അടുത്തടുത്ത് വെച്ചാൽ തന്നെയുണ്ട് കൂടിച്ചേരാൻ ഇരുമ്പും കാന്തവും. അതുപോലെ തന്നെയാണ് സാധകന്റെ സംസ്കാരത്തിന് ആവശ്യമായ അനുയോജ്യമായ പാകത, പക്വത, പൂർണ്ണത വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ആശ്രയം എന്ന് പറയുന്ന തത്വത്തെ ബോധിക്കുവാൻ ഒരു പ്രയത്നത്തിന്റെയും ആവശ്യം വരുന്നില്ല. ലളിതമാകും, സരളമാകും. അതാണ്. അല്ലെങ്കിലോ പ്രയത്നിച്ചാലും ഈ പറയുന്ന ഒരു അനുഭൂതി വിശേഷം ലഭിക്കുവാൻ പ്രയാസമായിട്ട്. അപ്പൊ പിന്നെ ഈ പ്രയത്നം, സാധന, അപ്പൊ നമ്മൾ ജപം, പൂജ, യാഗം, ധ്യാനം ഇവയാണ് ആശ്രയത്തിലേക്ക് എത്തുവാനുള്ള ജ്ഞാനസാധനകളെ കർമ്മകാണ്ഡത്തിൽ വ്യക്തമാക്കുന്നതെന്ന് വൈദിക സംസ്കാരത്തിന്റെ വെളിച്ചത്തിൽ അറിയിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രയത്നങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിത്തത്തിന്റെ സംസ്കാരത്തെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ സംസ്കാരത്തിന്റെ പാകതയെ തന്നെയാണ് ശാസ്ത്രങ്ങളും ആചാര്യന്മാരും ഗുരുവര്യന്മാരും ഒക്കെ ചിത്തശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ചിത്തശുദ്ധി വന്നാൽ മാത്രമാണ് അയത്ന ലളിതമായി ഈ തത്വം സ്വയം പ്രകാശിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ചിത്തശുദ്ധി വന്നാൽ ഇത് എളുപ്പമായി.
ഇപ്പൊ ചിത്തശുദ്ധി വരാതിരിക്കും കാലത്തോളം എത്രയെല്ലാം എങ്ങനെയെല്ലാം ഇതിനെക്കുറിച്ച് അറിയുവാൻ സാധിച്ചാലും ഇത് അവബോധത്തിൽ വരികയില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അപ്പോ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രയത്നങ്ങൾ എന്ന ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാലോ പിന്നെ വസ്തുബോധനത്തിന് വളരെ കുറച്ച് വാക്കുകളും. അല്ല, അങ്ങനെ ചിത്തശുദ്ധി വന്ന ശിഷ്യർക്കാണ് സത്യത്തിൽ ഗുരു ആത്മോപദേശമാകുന്ന തത്വമസി ഉപദേശിക്കുന്നത്. അപ്പോ പാകതയുടെ ശിഷ്യനത് അഹം ബ്രഹ്മാസ്മി എന്ന് സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെയും ഈ വേദമഹാവാക്യങ്ങളെ വളരെയധികം വാചാലമായിട്ട് വിശദീകരിക്കുവാനൊക്കെ സാധിച്ചു എന്ന് വരാം. പക്ഷെ അതിന് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. വളരെ കുറച്ചു പറയുന്നത് കൊണ്ടാണ് തത്വത്തെ, കാരണം ചിത്തസംസ്കാരം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു വാക്കുകളെ കൊണ്ട് തത്വത്തെ ബോധിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ 12ാമത്തെ സ്കന്ധം വളരെയധികം ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും എല്ലാം വളരെ ചെറിയതായിരിക്കും. കേവലം 13 അധ്യായങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതിലും ഈ സ്കന്ധത്തില് വസ്തുവിന്റെ ഉദ്ബോധനം നടത്തിയിരിക്കുന്ന ബ്രഹ്മോപദേശം എന്ന് പറയുന്ന അധ്യായമോ അത് ഇതിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. വെറും 13 ശ്ലോകങ്ങളെ കൊണ്ട് അവിടെ സ്കന്ധത്തിൽ ഒരു അധ്യായം കൊണ്ടാണ് വസ്തുവിന്റെ ഉദ്ബോധനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അദ്വിതീയമായ ബ്രഹ്മസ്വരൂപം വളരെ ചുരുക്കം വാക്കുകളെ കൊണ്ട് ഉത്ബോധിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആചാര്യന്മാർ. അങ്ങനെ ഉത്ബോധിപ്പിച്ചെങ്കിലും ചിത്തശുദ്ധി വന്നവർക്ക് മാത്രമാണ് അത് പ്രയോജനപ്പെടുന്നത്. അല്ലാത്തവർക്ക് കുറെ അധികം തന്നെ കേട്ടാലും വിശേഷിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സാധനയ്ക്ക് പ്രസക്തി കൊടുക്കുന്നത്. ശരീരമാദ്യം ഖലുധർമ്മ സാധന, ധർമ്മം സാധിക്കുക. ധർമ്മം എന്ന് പറയുന്നത് ഈശ്വരന്റെ സ്വരൂപമാണ്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് തന്റെ നിജബോധമാണ്. തന്റെ നിജബോധത്തിന്റെ ശുദ്ധിയിൽ ബോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാസ്തവികതയാണ് ഈശ്വരീയം. ഈശ്വരൻ തന്റെ അറിവിലാണ് കൃഷ്ണനെയും രാമനെയും ശിവനെയും ദേവിയെയും ആരെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ അറിവിലാണ്, തന്റെ ബോധത്തിലാണ്. അപ്പൊ ആ അറിവ് ശുദ്ധമാണ്. ഇനി നമുക്ക് എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് പറയാം. കേവലം 13 അധ്യായങ്ങൾ മാത്രമുള്ള ഈ 12ാം സ്കന്ധം ഈ ശ്രീമദ് മഹാഭാഗവതമാകുന്ന പുരാണ ഗ്രന്ഥത്തിന്റെ ഉപസംഹാരം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കും. 13 അധ്യായങ്ങളിലൂടെ 12ാം സ്കന്ധം പൂർണ്ണമാകുന്നതോടുകൂടി ശ്രീമദ് ഭാഗവതമാകുന്ന പുരാണം അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ഗ്രന്ഥത്തിന്റെ ഉപസംഹാരം എന്ന നിലയ്ക്ക് പലതും നമുക്കതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അവയും ഇതിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 1ാമത്തെ അധ്യായത്തിലെ കലിയുഗാരംഭത്തിലെ രാജവംശങ്ങളുടെ വർണ്ണനയാണ് വന്നിരിക്കുന്നത്. അതിലെ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ അവതരിച്ച 125 കൊല്ലം തന്റെ സാന്നിധ്യം കൊണ്ട് അസത്യത്തെയും അധർമ്മത്തെയും അകറ്റി സത്യധർമ്മങ്ങളെ സ്ഥാപിച്ച ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്തതോടുകൂടി കലിയുഗം ആരംഭിച്ചു എന്നാണ് വ്യക്തമാക്കിയത്.
ബോധിപ്പിച്ചു. ഈശ്വരന്റെ പ്രത്യക്ഷ സാന്നിധ്യം കൃഷ്ണ ശരീരത്തിൽ നിന്നും സംഹരിക്കപ്പെട്ടതോടുകൂടി, മറഞ്ഞതോടുകൂടി എന്താണ് അവിടെ കലിയുഗം ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുവരെ വളരെ ഓജസ്സോടും ശ്രേയസ്സോടും കൂടി വളർന്നു വന്ന ക്ഷത്രിയ വംശങ്ങളില് അത് ഏതേത് വംശങ്ങളാണ് അന്ന് നിലനിന്നിരുന്നതെന്നും അതുപോലെ ക്ഷത്രിയ വംശങ്ങളിൽ ഏതേത് വംശങ്ങളാണ് തുടർന്നു വന്നതെന്നും അങ്ങനെ വംശസ്ഥന്മാരായ രാജാക്കന്മാരുടെ വംശപരമ്പര എങ്ങനെയാണ് വളർന്നു വന്നതെന്നും എത്ര കാലം നിലനിന്നുവെന്നും ഒക്കെ ഈ 12ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. പിന്നീടുള്ള 2 അധ്യായങ്ങളെ കൊണ്ട് കലിയുഗത്തിൻ്റെയും അതുപോലെ കലിയുഗവാസികളായ ജനങ്ങളുടെയൊക്കെ സംസ്കാരത്തെക്കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. യുഗം തോറും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ധർമ്മം കലിയുഗമായപ്പോൾ ഏത് രൂപത്തിലാണ് വളർന്നതെന്ന അത്യന്ത പ്രധാനമായ വിഷയത്തിന്റെ നല്ലൊരു ആവിഷ്കാരണം 2ാമത്തെയും 3ാമത്തെയും അധ്യായത്തിലൂടെ വ്യാസമഹർഷി പ്രകടമാക്കിയിട്ടുണ്ട്. അവിടെ കലിയുഗത്തിലെ ആളുകളുടെ പ്രത്യേകതയായിട്ട് എന്താ പറയുന്നത്? കാരണം അതിനു മുമ്പേ ഉണ്ടായിരുന്നവരുടെ പ്രത്യേകത ആദ്യം അറിയിപ്പിക്കുമ്പോഴല്ലേ, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുമ്പോഴല്ലേ അവിടെ ഉണ്ടായിരുന്നവരുടെ അപാകത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ത്യാഗം, വൈരാഗ്യം, ഈശ്വരവിശ്വാസം, ധർമ്മനിഷ്ഠ, അധർമ്മഭീതി, സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം, ആചാരശുദ്ധി, ആത്മബോധം, സദാചാരം, ഇവയെല്ലാമായിരുന്നു യഥാർത്ഥത്തിലുള്ള ധാർമ്മികമായ ജീവിത രീതി. എന്നാൽ ഇതിന്റെ സ്ഥാനത്ത് എന്താണ് സംഭവിച്ചത്? കാമം, ലോഭം, അഹങ്കാരം, ഈർഷ്യ, നാസ്തികത്വം തുടങ്ങിയ മലിനങ്ങളായ സംസ്കാരങ്ങൾ അങ്ങോട്ട് നിറഞ്ഞ് മനുഷ്യരുടെ മനസ്സ് ദുഷിക്കുവാൻ ആരംഭിക്കുകയാണ് ചെയ്തത്. അതിനാൽ ധർമ്മനിഷ്ഠയോ ആചാരശുദ്ധിയോ കൂടുതൽ ആളുകളിലും ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പൊ ആചാരശുദ്ധി ഇല്ലാതെ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആത്മബോധം ചുരുങ്ങി ശരീരാഭിമാനം വളരുകയാണ് അപ്പോൾ ചെയ്യുക. അതോടുകൂടി ധർമ്മം, നീതിയുമാകുന്ന അതിർത്തിയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞു വന്നിരുന്ന സമ്പ്രദായം തന്നെ നഷ്ടമാകുവാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. അപ്പൊ പിന്നെന്താ? തനിഷ്ടപ്രകാരം ഏത് തോന്നിയാസം ചെയ്യാനും താൽക്കാലിക ബലമുള്ളവർക്ക് യാതൊരു മടിയും ലജ്ജയും ഇല്ലാതെയായി. അങ്ങനെ അധർമ്മവും അനാചാരവും വളർന്ന് എല്ലാ ശ്രേയസ്സുകളെയും നശിപ്പിച്ച ഈ ജഗത്താകെ ദുഷിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഭഗവാൻ അവതരിക്കുക. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ശമ്പള ഗ്രാമത്തിൽ ഗ്രാമപ്രധാനിയായ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായിട്ട് ഗഡ്ജി എന്ന പേരോട് കൂടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുക. അങ്ങനെ അവതരിക്കുന്ന ഭഗവാൻ വായുവേഗമുള്ള കുതിരപ്പുറത്ത് കയറി കരാളമായ വാളും കയ്യിലെടുത്തുകൊണ്ട് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോഴും ആ കുതിരയുടെ കുളമ്പടിയിൽ നിന്ന്
എന്ന പൊടിപടലങ്ങൾ തട്ടി തന്നെ ഒരുവിധ മനുഷ്യരെല്ലാം ശുദ്ധമായിട്ട് തീരും. കുറേയൊക്കെ അധർമ്മികളെ തന്റെ കരാളമായ വാളുകൊണ്ട് ഭഗവാൻ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ധർമ്മം പുനഃസ്ഥാപിതമായിട്ട് തീരും. അന്ന് കലിയുഗം അവസാനിച്ച് കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കലിയുഗ വർണ്ണനയുടെ ഒരു ഏകദേശ രൂപം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ കലിയുഗം എന്ന് പറയുന്നത് തന്നെ 4,32,000 വർഷക്കാലം നിലനിൽക്കുന്ന കാലമാണ്. ഇപ്പൊ 5156 വർഷമൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 4 ലക്ഷത്തിലധികം വർഷങ്ങൾ കിടക്കുകയാണ് ഈ കലിയുഗം അവസാനിക്കാൻ തന്നെ. ഇപ്പൊ തന്നെ പലരും കൽക്കി അവതരിച്ചു, അല്ലെങ്കിൽ ലോകം അവസാനിക്കാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു മനുഷ്യ സമൂഹത്തെ ഭ്രമിപ്പിക്കുന്നുണ്ട്. ഈ ഭ്രമം ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വസംസ്കാരത്തിൽ അന്തർഭവിച്ച ധർമ്മശാസ്ത്രങ്ങളുടെ അവബോധമില്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ ശാസ്ത്രത്തില് ഇതിനൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിർഭയമായിട്ട് നമുക്ക് സ്വധർമ്മം ആചരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈശ്വരാഭിമുഖമായിട്ട് സത്യനിഷ്ഠമായിട്ട് സദാചാരബോധത്തോടുകൂടി ജീവിതം തുടരുമ്പോൾ ഈ കലികാല മാലിന്യങ്ങളൊന്നും വ്യക്തിയെ ബാധിക്കുകയില്ല. അപ്പൊ ധാർമ്മികമായിരിക്കുന്ന ഒരു ജീവിതം ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു പ്രയത്നമാണ് ശ്രീമദ് ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവര് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും ഭാഗം കേട്ടതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എന്നാണോ ഭഗവാൻ ഭൂമിയിൽ നിന്നും അന്തർധാനം ചെയ്യുന്നത് അന്നാണ് കലിയുഗം ആരംഭിക്കുന്നത് എന്നാണ്. പിന്നെ എന്ന് ഭഗവാൻ വീണ്ടും അവതരിച്ച് പ്രത്യക്ഷപ്പെടുന്നുവോ അന്ന് കലിയുഗം അവസാനിച്ച് കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും. വ്യക്തമായോ? അപ്പോൾ എവിടെയാണോ ഭഗവാൻ ഇല്ലാത്തത് അവിടെ ആ ദേശത്തിൽ, ആ ഗ്രഹത്തിൽ, ഹൃദയത്തിലാണ് കലി കയറുന്നത്. കലി വളരുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു സാന്നിധ്യത്തിലാണ്. അപ്പൊ ഭഗവാൻ സാന്നിധ്യമുള്ള ഹൃദയത്തിലോ ഗ്രഹത്തിലോ ആശ്രമത്തിലോ കലിക്ക് സ്ഥാനമില്ലെന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ കലിയുഗത്തിന്റെ ബാധയില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിതമാർഗം തുടരുവാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ധർമ്മസാധനയായ ഈശ്വരന്റെ മൂലമന്ത്രത്തെ ജപിക്കുകയും ഈശ്വരന്റെ രൂപത്തെ ധ്യാനിക്കുകയും ശ്രീ ഗുരു ഉപദേശിക്കുന്ന ആചാരമനുസരിച്ച് ശിഷ്ടകാലം ജീവിതം തുടരുകയുമാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ത്രിപുരാശ്രമത്തിൽ നിന്ന് യഥാവിധി നമ്മുടെ വൈദിക സാഹിത്യത്തിൽ അന്തർഭവിച്ച രീതിയിലുള്ള ജപം, പൂജ, യാഗം, ധ്യാനം, ജ്ഞാനം എന്നുള്ളൊരു പദ്ധതിയെ ക്രോഡീകരിച്ച് അതിൻ്റെ സമഗ്രമായൊരു ഉപദേശ നിർദ്ദേശത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോ കലിയുടെ ബാധയില്ലാതെ ജീവിതം തുടരുവാൻ ഈശ്വരാവബോധത്തോടുകൂടി മുന്നോട്ട് പോയാൽ മതി. കാരണം അധർമ്മങ്ങളുടെയും അസത്യങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പ്രേരണ ഏതിൽ നിന്നൊന്നാണ് ആരംഭിക്കുന്നത് ആ ശക്തിയുടെ കേന്ദ്ര സ്വരൂപത്തെയാണ് നാം കലി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ളിടത്ത് അതിന് വികസിക്കാൻ പറ്റുമോ? അത് വികസിക്കുകയില്ല. കാരണം ഭഗവാനെ ഹൃദയത്തിലും അന്തരംഗത്തിലും ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ചെന്താ? അവരെ സത്യം, ധർമ്മം, സദാചാരം, സ്നേഹം, വിശ്വാസം, ധൈര്യം
എന്നീ മൂല്യങ്ങളിൽ ശക്തരായിരിക്കും. കാരണം ഈ മൂല്യങ്ങളുടെ കേന്ദ്രമായിട്ടാണ് ഈശ്വരനെ വ്യക്തമാക്കുന്നത്. അവ കലി ഇല്ലാതിരിക്കുവാൻ എന്താണ്? സത്യം, ധർമ്മം, സദാചാരം, സ്നേഹം, വിശ്വാസം, ധൈര്യം എന്നിവ ആർജിച്ചാൽ, എന്നിവ വളർത്തിയാൽ അതിനാവശ്യം ഈശ്വര സാന്നിധ്യമാണ്. ഈശ്വര സാന്നിധ്യത്തിനാവശ്യം ശ്രീ ഗുരു ഉപദേശിക്കുന്ന രീതിയിലുള്ള ഉപാസനാ മാർഗമാണ്, ജപ വിധിയുടെ അനുഷ്ഠാനമാണ്. അപ്പോൾ ഭഗവത് ധർമ്മത്തിനും കലിധർമ്മത്തിനും പരസ്പരം അന്യോന്യ വിരോധമാണുള്ളതെന്ന് വ്യക്തമായില്ലേ? ഇരുട്ടും വെളിച്ചവും എപ്രകാരം ഒരിടത്ത് ഒന്നിച്ചു കൂടി ചേർന്ന് നിൽക്കാൻ വയ്യയോ, അതുപോലെ തന്നെ കലിധർമ്മവും ഭഗവത് ധർമ്മവും ഒരിടത്ത് ഒന്നിച്ചു നിൽക്കുക സാധ്യമല്ല. അതിനാൽ ഭഗവത് സാന്നിധ്യമുള്ളിടത്ത് കലിയോ കലിധർമ്മങ്ങളോ ഉണ്ടാവാൻ വയ്യ. കലിധർമ്മങ്ങളുടെ പീഡയിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവത് ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഭഗവാൻ അവതരിക്കുമ്പോഴല്ലേ വീണ്ടും സത്യയോഗമൊക്കെ ആരംഭിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഇനിയും 4 ലക്ഷത്തിലധികം വർഷക്കാലം കാത്തിരിക്കൊന്നും വേണ്ട. ഈ നിമിഷം മുതൽ തന്നെ ഈശ്വരാശ്രയത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കലിയുടെ ബാധ ബാധിക്കില്ല. ബാധിക്കുന്നതിനെയാണ് ബാധ എന്ന് പറയുന്നത്. ബാധിക്കുന്നത് എന്തുകൊണ്ടാ? ദുർബല ചിത്തത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ദുർബല ചിത്തത്തെ ബലമുള്ളതാക്കണമെങ്കിലോ ബലത്തിന്റെ പ്രതീകമായ ഈശ്വരോപാസന ആവശ്യമാണ്. ഇപ്പൊ ഈശ്വരന്റെ മന്ത്രം ജപിച്ചും ഈശ്വരന്റെ രൂപം ധ്യാനിച്ചും ചെയ്യുന്ന ധർമ്മമെല്ലാം ഈശ്വരന്റെ പൂജയാണെന്നുള്ള അവബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ കലി ബാധിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം ഈ അവസരത്തിൽ ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവരെ പ്രത്യേകം ബോധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ശുകബ്രഹ്മർഷി ബ്രഹ്മോപദേശം എന്ന് പറയുന്ന ആത്മോപദേശത്തെ ശ്രീ പരീക്ഷത്തിന് ഉപദേശിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്.